നഷ്ടപ്പെടുന്നത് വരെ ഈ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. മാത്രമല്ല അവിടെ നിന്ന് പറഞ്ഞതായി കാണാൻ പറ്റും, മുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്കും അമുസ്ലിമീങ്ങളായ ആളുകൾക്കും അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മദീനയിൽ ഉണ്ടാക്കിയ ഉടമ്പടിയെ കുറിച്ച് നമുക്കറിയാം. ആ ഉടമ്പടിയിൽ അവിടെ നിന്ന് പറഞ്ഞ അവസാനത്തെ വാക്ക് നമുക്കെല്ലാവർക്കും വിശ്വാസികൾക്കിടയിൽ ഒരുപാട് വൈവിധ്യങ്ങളോ ഉണ്ടായേക്കാം. പക്ഷേ ആ വൈവിധ്യങ്ങളും ഒരിക്കലും മനുഷ്യർ തമ്മിലടിക്കാനുള്ള കാരണമാകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ലോകത്തെല്ലാവർക്കും ശാന്തി ഉണ്ടാകണം, ലോകത്തെല്ലാവർക്കും സമാധാനം ഉണ്ടാകണം. ഒരിക്കലും നിന്റെ മനസ്സിലുണ്ടാകുന്ന സങ്കുചിതമായ ചിന്തകൾ ഈ ലോകത്ത് നീതി നടപ്പാക്കുന്നതിന് തടസ്സമായി പോകരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആയത്തുകൾ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. വലാ യജ്രിമന്നകും ശനആൻ ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഹബീബായ തങ്ങൾ പറയുകയാണ്, ഒരുപക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വിദ്വേഷങ്ങൾ ഉണ്ടായേക്കാം, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം. രാഷ്ട്രീയപരമായോ കുടുംബപരമായോ ജാതീയതയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്ന സമയത്തും നീ ഒരു മൂല്യം മുറുകെ പിടിക്കണേ, നിങ്ങൾ നീതി കാണിക്കണേ. ഒരിക്കലും നിന്റെ അപ്പുറത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനെ കുറിച്ചോ അരിവാരി തേക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ നിന്റെ പെരുമാറ്റത്തിൽ ഉണ്ടാകരുത്. നിന്നിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്നത്, നിന്നിലുള്ള ധർമ്മത്തെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരിക്കലും നിനക്ക് ഇഷ്ടപ്പെടാത്തവൻ അടിച്ചു നിൽക്കാൻ വേണ്ടി ഒരാരോപണങ്ങളോ അല്ലെങ്കിൽ അക്രമങ്ങളോ അയച്ചുവിടരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അവിടെ നിന്ന് പറയുന്നു, അതാണ് ഒരു മനുഷ്യന്റെ സൂക്ഷ്മമായ ജീവിതത്തിന് അവനെ കൈപിടിച്ചുയർത്തുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു വാക്കിലൂടെ കൂട്ടിച്ചെടുക്കട്ടെ. സ്നേഹവും സമാധാനവും ഈ ലോകത്ത് പ്രചരിപ്പിക്കണമെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് പറയുന്നു, അഫ്ശുസ്സലാമ ബൈനകും, അഫ്ശുസ്സലാമ ബൈനകും. നിങ്ങൾക്കിടയിൽ നിങ്ങൾ സ്നേഹത്തെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കണം, സമാധാനത്തെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കണം. സമാധാനത്തിന് വേണ്ടി നിങ്ങൾ കൈകോർക്കണം. നിങ്ങളുടെ ശക്തികളും നിങ്ങളുടെ പണവും നിങ്ങളുടെ പ്രതാപവും നിങ്ങളുടെ ഔന്നിത്യങ്ങളും നിങ്ങളുടെ വിദ്യാഭ്യാസങ്ങളും എല്ലാം നിങ്ങൾ സമാധാനത്തിന് വേണ്ടിയായിരിക്കണം വിനിയോഗിക്കേണ്ടത്. മനുഷ്യരെ തമ്മിലടിപ്പിക്കാനോ അത് രാഷ്ട്രീയപരമാകട്ടെ മതത്തിന്റെ പേരിലാകട്ടെ ഒരിക്കലും മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിയാകരുത് നിന്റെ വിദ്യാഭ്യാസം, അതിനു വേണ്ടിയാകരുത് നിന്റെ സ്ഥാനമാനങ്ങൾ, അതിനു വേണ്ടിയാകരുത് നിന്റെ സമ്പാദ്യങ്ങൾ. അവിടുന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു, അഫ്ശുസ്സലാമ ബൈനകും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സ്നേഹം പ്രചരിപ്പിക്കണമെന്ന്. കേരള മുസ്ലിം ജമാഅത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലായി വളരെ ഭദ്രമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 100 വർഷങ്ങൾ, സന്തോഷത്തിന്റെ വർഷങ്ങൾ, സെന്റിനറി, ആ സെന്റിനറി ഈ ലോകത്തോട് സമർപ്പിക്കുന്ന സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു ആശയം, അതിന്റെ ഘടകമായ കേരള മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളനത്തിന്റെ പ്രമേയമായി മനുഷ്യർക്കൊപ്പം സാമയികം എന്ന് പറയുന്ന വളരെ സുന്ദരവും കാലികവും പ്രസക്തവുമായ ഒരു സന്ദേശമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലായി കേരളത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ സ്നേഹിക്കാനും സഹജീവികളോട് അവരോട് കരുണയോടുകൂടെ പ്രവർത്തിക്കണമെന്നാണ് അഭിവന്ദനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശൈഖുനാ കാന്തപുരം ബി.പി. അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ആ ജീവിതമായിരിക്കണം നിങ്ങളുടെ മാതൃക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും അതുപോലെ തന്നെ സങ്കടഘട്ടങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ സ്നേഹത്തിന്റെ ആ സൗന്ദര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്നാണ് ഞങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യർക്കൊപ്പം കർമ്മ സാമയികം എന്ന് പറയുമ്പോൾ നീ മാത്രം ഉയർന്നാൽ പോരാ, നിന്റെ കൂടെ ജീവിക്കുന്ന കാലികമായി കൊണ്ട് നിന്റെ കാലത്തോടൊപ്പം നിന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, സഹജീവികളെയും കൂടെ നീ കൈപിടിച്ചുയർത്തണേ എന്ന ഈ മാനുഷികമായ മൂല്യങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണേ എന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് സ്നേഹം പഠിപ്പിച്ച
ലോകത്തിന് സമാധാനം പഠിപ്പിച്ച തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളത്തിവെച്ച ആ ധർമ്മത്തിന്റെ ശില ഇന്നും കേരളത്തിന്റെ മണ്ണിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കീഴിലാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാതൃകയിലൂടെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമുക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മനുഷ്യൻ എന്ന് പറയുന്ന ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയാകേണ്ടതുണ്ട്. അതിനുവേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനുഷ്യ മനസ്സിലേക്ക് വ്യാപിപ്പിക്കുക എന്നല്ലാത്ത ഒരു മരുന്ന് നമുക്ക് മുന്നോട്ട് വെക്കാനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തൗഹീദിനോടൊപ്പം ചേർത്തി വായിക്കാനുള്ള വചനം അത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരായി ഈ ലോകത്തിന് മാതൃകയായി കടന്നു വന്ന തിരുദൂതരെ ലോകത്തിന്റെ മുന്നിലേക്ക് നാം സമർപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ പിഞ്ചോമന മക്കളുടെ മനസ്സിലേക്ക് അതിനെ നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്നേഹത്തിന്റെ പ്രപഞ്ചമുണ്ടല്ലോ, ആ പ്രപഞ്ചത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. അതിനുവേണ്ടിയാണ് നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തുള്ള മുഖ്യധാര മുസ്ലിമീങ്ങൾ മുഴുവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഒരു പുനർചിന്തക്കാർ നിങ്ങൾ മുതിരേണ്ടതുണ്ട്. നിങ്ങളുടെ പൂർവികരായ ആളുകൾ നടത്തി വന്നിരുന്ന മീലാദ് പരിപാടി എന്തിന്റെ പേരിലാണ് നിർത്തിവെച്ചത്? ആ തിരുസ്നേഹത്തെ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിക്കേണ്ടായിരുന്നോ? പിഞ്ചോമന മക്കളുടെ മനസ്സിലേക്ക് ഏത് ഘട്ടങ്ങളിലും അവർക്കൊരു പിടിവള്ളിയായി നിലനിൽക്കാനുള്ളത് ഹബീബായ തങ്ങളെ പിൻപറ്റലാണ്. ഹബീബായ തങ്ങളെ പിൻപറ്റണമെങ്കിൽ ഹബീബായ തങ്ങളെ പഠിക്കേണ്ടേ, അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കേണ്ടേ, അവിടുത്തെ മനസ്സിൽ ആവാഹിച്ചെടുക്കേണ്ടേ, അവിടത്തോടുള്ള സലാത്തുകൾ അവരുടെ മനനിലകളിൽ നിന്ന് ഉയർന്നു വരണ്ടേ. കേവലം ജഡവൽക്കരിക്കപ്പെട്ട ഒരു ഇസ്ലാമിനെയാണോ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ല, സ്നേഹമുള്ള, സന്തോഷമുള്ള, മനുഷ്യന് ശാന്തിയും സമാധാനവും കൈമാറുന്ന ഒരു ഇസ്ലാമിനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് കൈമാറി തന്നിട്ടുള്ളത്. ആ ഒരു ദീനിനെ തന്നെ, ജീവനുള്ള മതത്തെ തന്നെ നിലനിർത്താൻ വേണ്ടി ലോകത്തിലെ മുഖ്യധാര മുസ്ലിമീങ്ങളെ കൂടെ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഹബീബായ തങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ വായിക്കണം. ആയിരക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും, ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും, കേൾക്കാൻ കിട്ടും. എല്ലാം കേട്ടും കണ്ടും പഠിച്ചാൽ ഈ ലോകത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഹബീബായ തങ്ങൾ നിങ്ങൾക്ക് മാതൃകയായി കടന്നു വരും. കടം കൊണ്ട് വലഞ്ഞവരെ നിങ്ങൾക്ക് ഹബീബായ തങ്ങൾ മാതൃകയുണ്ട്. സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവരെ ഹബീബായ തങ്ങൾ നിങ്ങൾക്ക് മാതൃകയുണ്ട്. കറുത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്നവരെ ഹബീബായ തങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അല്ല, വെളുത്തതിന്റെ പേരിൽ അഹങ്കാരം വന്നുപോയി നശിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ, എന്നാൽ നിങ്ങൾക്ക് ഹബീബായ തങ്ങളിൽ മാതൃകയുണ്ട്. ഏത് വിഭാഗത്തിലുള്ളവർക്കും, ചെറിയവർക്കും, കുട്ടികൾക്കും, വലിയവർക്കും എല്ലാവർക്കും ഹബീബായ തങ്ങൾ മാതൃകയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല, അവിടുത്തെ പത്നിമാർ ലോകത്തിലെ മുസ്ലിമീങ്ങളുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് വിളിക്കുന്നത്. ആയിഷ ബീവിയും ഖദീജ ബീവിയും അടക്കമുള്ള ആ ഉമ്മമാരിൽ മാതൃകയുണ്ട്. ഹബീബായ തങ്ങളായ പദങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ മാതൃകയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വഹാബത്തെ കിറാം, ആ സ്വഹാബത്തെ കിറാമിനെ മുഴുവനും ഈ സമൂഹത്തിന് സമർപ്പിച്ചിട്ടാണ് ലോകത്തിന്റെ തിരുദൂതർ ഈ ലോകത്തോട് വിട ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളും അവിടുത്തെ പരിസരങ്ങളും നമുക്ക് ഈ എക്കാലത്തും മാതൃകയാണ്. ഏത് പ്രതിസന്ധികളും നമ്മുടെ കൂടെയാണ്. ആ ഒരു സന്ദേശം നമ്മൾ ഉയർത്തിപ്പിടിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.